ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു സെക്കൻഡ് വ്ളോഗ് ട്രയലാണ്. ഇത് ഓണത്തിൻ്റെ അന്ന് കാലത്തുള്ള ചെറിയ കുറച്ച് ക്ലിപ്സ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എവറി ഡേ സ്റ്റാർട്ട്സ് വിത്ത് ആൻ എക്സസൈസ്. എനിക്കല്ല കേട്ടോ, ഞാൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര മടിച്ചാണ്. ബട്ട് എന്നെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഇതുവരെ നന്നാക്കാൻ സാധിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യും, ഇടയ്ക്ക് മാത്രം. അപ്പോൾ ആശാൻ ഇതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആകെ കുറച്ച് എക്യുപ്മെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇത് ഡംബിൾസാണ്. അപ്പോൾ ഡംബിൾസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വാം അപ്പ് സെഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ആശാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ എൻ്റെ അങ്കത്തട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ആസ് യു നോ, എനിക്കങ്ങനെ സാരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഭയങ്കര കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ അതിനുള്ള ഗുസ്തിയിലാണ്. ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പരിപാടിയൊക്കെ എനിക്ക് ചെയ്യാനറിയാം. പക്ഷേ ഇടുക എന്നുള്ളത് എനിക്ക് കുറച്ച് ടഫായ പരിപാടിയാണ്. പിന്നെ പിന്ന് കുത്തുക അതൊന്നും എനിക്കത്ര അറിയില്ല. അപ്പോൾ ഞാൻ പിന്ന് കുത്തി തരുമോ എന്ന് ചോദിച്ചതാണ്. പക്ഷെ അതൊരു അബദ്ധമായി പോയെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും. 1 മണിക്കൂർ വേണം ഒരു പിന്ന് കുത്താൻ. അതിന് ഭേദം ഞാൻ താഴെ പോയിട്ട് താഴെയുള്ള ആൾക്കാരെ കൊണ്ട് കുത്തിക്കുന്നതാണ്. പിന്നെ ഈ വേഷമൊക്കെ ഇട്ട് ഒരു തവണ വെറുതെ താഴെ കയറി താഴെ ഇറങ്ങി കയറാനുള്ള മടിയുണ്ട്. എന്തിനാ വർക്കൗട്ടൊക്കെ ചെയ്തേ എന്തോ. പിന്നും ആ ഗുസ്തി മൊത്തം കാണിക്കും. എന്താ ചെയ്യാലേ. ഭയങ്കര എന്തൊക്കെയോ കമൻട്രിയാണ് ഞാൻ പറയുന്നുണ്ട്. എത്ര നേരം അത് ഇപ്പം ഞാൻ ചോദിച്ചു കാണില്ലേ, വർക്കൗട്ട് ഇതാ ശക്തി മുഴുവൻ അതിലാണ് തെളിയിച്ചത്. പിന്നെ അങ്ങോട്ട് വളഞ്ഞു പോയി. ഇനി വേറെ പിന്നൊക്കെ എടുത്ത് കൊടുത്ത് വീണ്ടും ഇതേ അക്രമം. സീസൺ 2 അപ്പോഴത്തേക്കും സാറോടെ മേക്കപ്പ് ചെയ്യണം. കണ്ടു ആ പിന്നിൻ്റെ അവസ്ഥ ഇത്രയായി. ട്രയൽ നമ്പർ 2 ഗോയിങ് ഓൺ. ഇതിലെന്തായാലും കുത്തി തരും. ചിലപ്പോൾ ഒക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒക്കെ എനിക്ക് കുത്താൻ സാധിക്കാറുണ്ട്. ബട്ട് ചില സമയത്ത് സാധിക്കില്ല. എന്താ അറിയില്ല, എനിക്ക് ഈ ഡ്രസ്സൊന്നും ഒട്ടും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറില്ല. വയറ് കാണും അങ്ങനെ ഇങ്ങനെ. ആദ്യം മുതലേ ഈ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് ശീലിച്ചുകൊണ്ട് എന്തോ ഒരു അസ്വസ്ഥതയാണ് ഇതൊക്കെ ഇടുമ്പോൾ. പിന്നെ ചിലരുടെയൊക്കെ ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് ഇടുന്നതാണ്. പിന്നെ എൻ്റെ ഏകദേശം കഴിഞ്ഞല്ലോ. അപ്പോൾ ആളുടെ ഷർട്ടൊക്കെ അയൺ ചെയ്തത് എടുത്തു കൊടുത്തു. ബട്ട് മുടി ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഷർട്ട് ഇടാതെ നടക്കുകയാണ്. നിനക്ക് വേണോ? എനിക്ക് വേണ്ട, ഞാൻ മോക്ക് ദിസ് വേ എന്ന് പറഞ്ഞു. എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും. ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. അതിന് ഇറ്റ് ഇസ് ടു മാൻഡേറ്ററി. ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ഒഴിവാക്കാൻ പറ്റുമ്പോൾ ഒക്കെ ഒഴിവാക്കും. ഇപ്പോൾ സാറ് മുടിയൊക്കെ റെഡിയാക്കി വരട്ടെ. മീൻവൈൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. ഇനി എന്തായാലും ആ മിറർ നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ സൈഡിൽ അപ്പുറത്തെ മറ്റേ ഷെൽഫിൻ്റെ സൈഡിലുള്ള മിററിൽ പോയി നിൽക്കും ഇടയ്ക്കിടയ്ക്ക്. Then comes my മുടി, which everyone including me hates. എനിക്കിത് കെട്ടാനറിയില്ല. എന്തായാലും സെറ്റ് സാരീൻ്റെ കൂടെ പോണിട്ടേൽ പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര നോർമലായിട്ട് പണ്ടത്തെ പോലെ തന്നെ കെട്ടാം. വലിയ വൃത്തിയൊന്നും കാണില്ല. പിന്നെ ഇപ്പം നനഞ്ഞ മുടിയിൽ വലിയ പരീക്ഷണം നടത്തിയിട്ടും കാര്യമില്ല. വളരെ അൺനെസസറി ആയിട്ടൊരു ഹെയർ കട്ട് ചെയ്തതാണ്. പിന്നെ ആ മുടി ഇങ്ങോട്ട് താഴോട്ട് വളരണേ ഇല്ല. നല്ല ഗേതുണ്ട്. ഗേതിച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അഹമ്മദിക്ക് ഞാൻ പോയി മുടി മുറിച്ചതാണല്ലോ. അപ്പം എനിക്കത് കിട്ടണം. ഇവിടെ മാരക സ്കിൻ കെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാനിത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാനവിടെ മുടി കെട്ടൽ കഴിഞ്ഞിട്ടും സാറിൻ്റെ ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല.
ഫൈനലി മുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യം. ഇനിയെങ്കിലും ആ ഷർട്ടൊന്ന് ഇടുമോ ആവോ. ഇത് അടുത്ത റൗണ്ട്. നമ്മൾ പറയും പെൺപിള്ളേർക്കാണ് ഒരുങ്ങാൻ കുറേ സമയം വേണ്ടത്. നോ, ഇറ്റ് ഈസ് റിയലി ഫോർ ദ മെൻ. ഇപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. നമ്മുടെ വീട്ടിൽ ഞാനും തേജും മാത്രമുള്ളതുകൊണ്ട് അച്ഛനൊക്കെ ഇതാ പറയുമ്പോഴേക്കും കുളിച്ച് റെഡിയായി വരുന്ന വ്യക്തിയാണ്. നമുക്കിതൊക്കെ ഭയങ്കര ന്യൂ ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഡണ്ണായപ്പോൾ ഞാൻ എല്ലാ ആംഗിളിൽ നിന്നും നോക്കുകയാണ്, ആം ഐ ഓക്കെ എന്ന്. പെർഫ്യൂം അടിക്കുന്നത് ഒരു കംഫേർട്ടിനാണ് കേട്ടോ. ഇനി എന്തെങ്കിലും കുറവുണ്ടോ? ഓക്കെ, മുടി ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതടുത്തത്. ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന ആചാരമാണ്. ഞാൻ വരച്ചിട്ടത് റെഡി ആവാതിരിക്കണ്ട എന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഭയങ്കര കുഞ്ഞായിട്ട് ഇട്ടു. എന്തായാലും ഇടുമല്ലേ, അപ്പോൾ കുറച്ച് ഡാർക്കായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഐ ആം വെരി മച്ച് ഡൺ. അപ്പോഴും ഒരാൾ ഷർട്ടുമ്മയ്ക്ക് കയറുന്നതേ ഉള്ളൂ. പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കാലത്ത് എണീറ്റ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ബദാം സോക്ക് ചെയ്തത് കഴിക്കുക എന്നുള്ളത്. അപ്പം അതെടുത്തു, അത് കഴിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനാക്കിയിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഫൈനലി താഴത്തേക്ക് ഇറങ്ങാം. ഓണത്തിൻ്റെ അന്ന് കാലത്തായതുകൊണ്ട് താഴെ നല്ല ബഹളമൊക്കെ ആയിരിക്കും. ദേവിക റെഡി ആവുന്നതേ ഉള്ളൂ. അവിടെ നമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ പോയി നോക്കുകയാണ്. എന്തൊക്കെയോ കാണാത്തതിൻ്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു. പിന്നെ ടൈം പോവല്ലേ. ഇനി അനിയത്തി ചൊറിയാൻ പോകുന്ന ചേട്ടൻ, മതി ഇറങ്ങി, ഇതുവരെ റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവൾക്ക് താഴെ എന്തൊക്കെയോ പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയിട്ടുള്ളതാണ്. ഇതാളുടെ ഓണത്തിൻ്റെ ഡ്രസ്സാണ്. തലേ ദിവസം വടക്കുന്നത് എനിക്ക് വെരി അൺനെസസറിലി ഇട്ടതാണ്. അപ്പം നമ്മൾ ഇത് ഇറങ്ങായി. ചേട്ടൻ കാറൊക്കെ തിരിച്ചു. ഇനി നമുക്ക് ഇറങ്ങാം. ഇന്നും മഴ നമ്മളെ ചതിച്ചു. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിലും നമ്മൾ അമ്പലത്തേക്ക് എത്തുമ്പോഴേക്കും നല്ല മഴയാണ്. ദേവിക എന്തോ മോശം കമൻട്രി നടത്തി. ആ കമൻട്രിക്ക് ഞാൻ മറുപടി പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേണി. അമ്പലത്തേക്ക് പോകുമ്പോൾ എന്തിനാ കൂളിംഗ് ഗ്ലാസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഈ അക്രമത്തിന് മുതിരാറുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഇട്ടോട്ടെ. നമുക്ക് ഹാപ്പി ആയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഓണത്തിൻ്റെ അന്ന് കാലത്തൊന്നും നമ്മൾ ഈ സാഹസത്തിന് മുതിരില്ല. നമ്മൾ അമ്മയും തേജും ഞാനും എല്ലാം ഉച്ചവരെ പണിയായിരിക്കും. ഇവിടെ പോവാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അല്ലാതെ ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പം നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോവാണ്. അപ്പോൾ വല്യമ്മയുടെ അവിടെ ഉള്ള അമ്പലമാണ്. അതേ മഴ പണി തന്നു തുടങ്ങി. പ്രശത്തും ഓണവും എല്ലാം മഴ. ഇതാണ് അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ഒരു വ്ളോഗ് ചെയ്യാം. കുറച്ചധികം സംസാരിക്കാനുള്ള ഒരു അമ്പലമാണ്. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. നല്ല വഴുക്കലാണ്, ശ്രദ്ധിച്ച് നടക്കണം എന്ന് പറയാം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ 2 എൻട്രൻസാണ്. മറ്റേ എൻട്രൻസാണ് ഈ കാണുന്നത്. അവിടെ അതിമനോഹരമായൊരു പാടമൊക്കെ ഉണ്ട്. കുറച്ചുകൂടി നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല വ്യൂ ആയനെ. ഇതിപ്പോൾ മഴ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെയും നല്ല അടിപൊളി ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് കാണാം. ഗണപതിയാണ് ഇവിടുത്തെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. സൂപ്പറായിരുന്നു. ഇനി നമുക്ക് വഴിപാട് കഴിച്ചേക്കാം. അപ്പം എനിക്ക് ഇവരുടെ ഒന്നും നാളും പേരും പേരറിയാം, ബട്ട് നാളൊന്നും എല്ലാവരുടെയും അറിയാത്തതുകൊണ്ട്
ഇവർ രണ്ടുപേരും തന്നെ പോയി കഴിപ്പിക്കാൻ വേണ്ടി നിന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്കൊന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് അകത്തേക്ക് കയറാം. ഇപ്പോഴും പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് അകത്ത് കയറണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പുറത്തൊരു റൗണ്ട് പ്രദക്ഷിണം വയ്ക്കാം. നല്ല വഴുക്കലാണ്, ശ്രദ്ധിച്ച് നടക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പാത കാണാൻ. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൽ ഇറങ്ങി കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് പോകാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കടവുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി. ഇതാണ് ആ കുളം. ഈ കുളം നമ്മുടെ ചില റീൽസിലൊക്കെ നല്ല വൈറലാണ്. ചേട്ടനും ദേ അപ്പുറത്തുനിന്ന് കാല് കഴുകി ഒന്ന് ശുദ്ധിയായ പോലായി. എന്നിട്ട് അകത്ത് കയറാം. കയറി പ്രാർത്ഥിച്ച് വന്നു. പ്രസാദവും പായസവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചേട്ടനെപ്പോൾ കുറി വരയ്ക്കുമ്പോൾ നല്ല വലിയ കുറി വരയ്ക്കും. ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ഇന്നും അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ കുറിയൊക്കെ ഇട്ട് കൊടുത്ത് ദൈവനുള്ള കുറിയൊക്കെ എടുത്ത് പോന്നു. അപ്പോൾ റെഡ് കുറി ഇടാൻ മറന്നു. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തത് കാണുന്നതാണ് ഇവിടുത്തെ അന്നദാന മണ്ഡപം, അല്ലെങ്കിൽ ഊട്ടുപുര, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ചുക്ക് കാപ്പി, ഉപ്പുമാവ്, പഴം, പപ്പടം, അച്ചാർ. ഇതെല്ലാം എല്ലാ ദിവസവും ഉണ്ടോയെന്നറിയില്ല, ബട്ട് ഉപ്പുമാവ് എന്തായാലും എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ നമ്മൾ കയറുന്ന സ്ഥലത്ത് ഈ അമ്പലത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കയറിയിട്ട് ഇത് കണ്ടിട്ടില്ല. അപ്പം ഇത് നമ്മളിപ്പോൾ തൊഴുത അമ്പലത്തിൻ്റെ മിനിയേച്ചർ വേർഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ടു ഇറ്റ്സ് എക്സ്ട്രീം പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ബാക്കിൽ കാണുന്ന നമ്മൾ കയറിയ എൻട്രൻസും മറ്റേതിപ്പോൾ നമ്മൾ കണ്ട എൻട്രൻസുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ കഴിച്ചേക്കാം എന്ന് വെച്ചിട്ട് അകത്തേക്ക് പോന്നു. അപ്പോൾ ദേ ഉപ്പുമാവ്, പഴം, പപ്പടം. ഇന്ന് അച്ചാർ മിസ്സിങ് ആണ് കേട്ടോ. മെല്ലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വേറൊരു അമ്പലത്തിലും കൂടി പോകണം, വിച്ച് ഇസ് കോൾഡ് മുല്ലയ്ക്കൽ അമ്പലം. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അയാളെയൊക്കെ വിളിച്ച് സെറ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ദേവിയോട് ബായൊക്കെ പറഞ്ഞ് ഇനി നെക്സ്റ്റ് ടൈം കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോന്നു. അപ്പോൾ ഞാൻ ദേവിയോട് ബായ് പറയാമെന്ന് പറഞ്ഞ് തന്നെയാണ് ആ ലുക്ക്. അപ്പോൾ അടുത്ത അമ്പലത്തിലെത്തിയപ്പോൾ പുതിയൊരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ നമ്മളെ കാത്തുനിന്നും അടുത്ത ഒരു റൗണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്, ചേച്ചി ഇനി ഞാൻ എന്ത് പറയാൻ? അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞൊക്കെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ എന്ന് പറഞ്ഞാൽ മതി, പോര് എന്ന് പറയും. അപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടി ഇതേ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുക. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ ഫോണ് പിടിച്ച് ഇങ്ങനെ നമ്മൾ എടുക്കണമല്ലോ ക്ലിപ്സ്. അപ്പം എല്ലാവരും നമ്മളിങ്ങനെ നോക്കും. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. അപ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് താഴെ വെച്ചു. പിന്നെ അധികം ക്ലിപ്സൊന്നും ഇവിടെ എടുത്തില്ല. ഇത് ഇവർ കുറച്ച് ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരാന്ന് തോന്നുന്നു. ഈ പൂക്കളം അവരുടെ വകയാണെന്ന് തോന്നുന്നു. അവരെന്നെ കാര്യമായി പരിപാലിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓരോ ആൾക്കാർ നടക്കുമ്പോൾ അവരുടെ സാരി എന്തൊക്കെയോ കൊണ്ട് അത് നീങ്ങുമ്പോൾ അതൊക്കെ റെഡിയാക്കി അവരൊരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ സെറ്റിലായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നും മെല്ലെ യാത്രയാവാണ്. ഇനി നമുക്ക് പാൽപ്പായസം വാങ്ങാൻ പോകണം കുടപ്പാറ അമ്പലത്തേക്ക്. ഇത് അവിടുത്തെ പൂക്കളാണിത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഈ തറവാട്ടിൻ്റെ സൈഡിലാണ് നമുക്ക് പായസം ഉണ്ടായിരുന്നത്. അതും വാങ്ങി തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് ഇതേ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അധികം ക്ലിപ്സൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഡിഷസൊക്കെ ഓൾമോസ്റ്റ് നിരന്നിട്ടുണ്ട്. നോർമൽ എല്ലായിടത്തെയും പോലെ തന്നെ ഒരുവിധം സദ്യയുടെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല ഡ്രസ്സൊക്കെ മാറി നമുക്ക് വീത് വയ്ക്കാം. ഇത് വീത് വയ്ക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചതാണ്. നമ്മളിപ്പോൾ പിക്ക് ചെയ്തിട്ട് വന്ന പാലട. ഇനി അധികം ക്ലിപ്സൊന്നും ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്കിത് ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് അവസാനിപ്പിക്കാം. ഇതൊക്കെ അമ്പലത്തിൻ്റെ സൈഡ്, നമ്മൾ ആദ്യം പോയ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇത് സെക്കൻഡ് അമ്പലത്തിൽ നിന്ന്. പിന്നെ നെക്സ്റ്റ് ഇതെൻ്റെ നമ്മളുടെ ഓണത്തിൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റാണ്. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.
താങ്ക് യു ഫോർ വാച്ചിങ്.